ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ട്രിക്ക് എന്ന് പറയുന്നത്, ഒരാൾ നമുക്ക് മെസ്സേജ്, അപ്പോൾ ആളുടെ മെസ്സേജ് നമുക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ആ മെസ്സേജ് നമുക്ക് കാണണം, പക്ഷേ നമ്മൾ ആ മെസ്സേജ് കണ്ടുവെന്ന് ആൾക്ക് മനസ്സിലാവരുത്. എങ്ങനെ നോക്കാവുന്നതാണ് ഇന്നത്തെ ട്രിക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആരുടെ മെസ്സേജാണോ ആളറിയാണ്ട് കാണേണ്ടത് ആ പ്രൊഫൈലിൽ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇവിടെ മേളിലുള്ള 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ റെസ്ട്രിക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെസ്ട്രിക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് അയച്ച മെസ്സേജ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത അക്കൗണ്ടോടെ കാണാം. മെസ്സേജൊക്കെ നമുക്ക് അവർ കണ്ടുവെന്ന് മനസ്സിലാക്കാതെ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്കൊരു റീൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ എല്ലാവരും ഇപ്പോൾ കാണുന്നൊരു കാര്യമാണ് റീൽസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഓരോ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ റീൽസ് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് അങ്ങനെ സേവ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മൾ ഒരു റീൽ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഷെയറിൻ്റെ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ആഡ് റീൽ ടു യുവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഫുൾ സ്ക്രീനിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാൻ നമുക്കിവിടെ സേവ് എന്നൊരു ഓപ്ഷൻ കാണും. ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർമിഷൻ ചെയ്യും. പെർമിഷൻ ഒന്ന് എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ അടക്കം നമ്മുടെ ഫയൽ മാനേജറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്നതാണ്. നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ബ്ലോക്ക് ചെയ്യാതെ ഇപ്പോൾ നമുക്ക് ഒരാളുടെ സ്റ്റോറി നമ്മുടെ സ്റ്റോറി ഫീൽഡിൽ കാണണ്ട, അൺഫോളോ ചെയ്യാണ്ട് എങ്ങനെ നമ്മുടെ സ്റ്റോറി ഫീൽഡിൽ നിന്ന് മാറ്റാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ അവരുടെ പ്രൊഫൈൽ സ്റ്റോറിയുടെ അവിടെ വരുന്ന പ്രൊഫൈലിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ മ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മ്യൂട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കാണും, അല്ലെങ്കിൽ മ്യൂട്ട് സ്റ്റോറിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇല്ല, നമുക്ക് സ്റ്റോറി മാത്രമാണ് മ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ മ്യൂട്ട് സ്റ്റോറി കൊടുക്കുക. സ്റ്റോറിയും പോസ്റ്റും മ്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടും കൊടുക്കുക. ആളുടെ സ്റ്റോറിയും പോസ്റ്റും എല്ലാം കാണണമെങ്കിൽ നമ്മൾ ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കേണ്ടി വരും. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതാണ്. അപ്പോൾ സ്റ്റോറി ഇടുമ്പോൾ അതിലെങ്ങനെ കുറച്ച് പ്രകാരം ടൈപ്പ് ചെയ്തു, അപ്പോൾ ഇങ്ങനെ ആനിമേറ്റഡ് ടൈപ്പ് ചെയ്തിടാനാണ് ഈ ട്രിക്കിൽ ഞാൻ പറയുന്നത്. ഇവിടെ മൈ സ്റ്റോറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടെ ജിഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ഇവിടെ കൊളാഷ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യാം. നമുക്കിവിടെ ആനിമേറ്റഡ് ആയിട്ട് കുറേ ലെറ്റേഴ്സ് കാണും. ആ ലെറ്റേഴ്സ് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത് ഓർഡറിലാക്കി വയ്ക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ വേർഡ്സൊക്കെ ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിടാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.